ഒരുകനടഞ്ഞ നരസിംഹ നരസിംഹ Yo, everybody in the house, see the boys in town. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. But doesn't sing the story about the four real brothers. Brothers, 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 brothers. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിനെ പാതാളത്തിലേക്ക്. സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇതെങ്ങനെയാടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. മണിയാ അല്ല, ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാ മതി. ഇടയ്ക്കൊരു പിടിക്കാക്കിന്റെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല, തല സവാരി ഗിരിഗിരി. ആചാരപടിക്കിതാ ബെസ്റ്റ്. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. സാറേ ജോർജ്, പരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. പണ്ട് പുന്നമടക്കായൽ കാലിക്കോണ കൊടുത്ത് കക്കാവാരി നടന്ന കാലത്തെ തരവടി എടുത്താലുണ്ടല്ലോ, എല്ലിൻ്റെ കൂടും പാലിൻ്റെ കുറയും. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില്, പിഴിച്ചില്, ധാര, വസ്തി. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. താൻ സുമുഖ സുന്ദരനായ നായകൻ, ഞാൻ വില്ലേ. തറ വേല എക്സ്പെക്ട് ചെയ്യണം. എനിക്ക് 4 കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുമ്പിൽ വാ. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. നീയൊക്കെ അരട്ട ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഓ മാമായി, சும்மா இந்த மாதிரி டயலாக் எல்லாம் பேசி என்ன மிரட்டாத. போய் உன் மாமிக்கு மாவாட்டுற வேலையை பாரு. എങ്കിട്ട് വന്ന് മണി അടിക്കാതെ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കൻ സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളോമ്പരം കലന്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയിലെ മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറഞ്ഞ ആദ്യത്തെ മക്കളോട്. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. കമാലെ മുനെ കമലാസ, പുത്തമ്പള്ളി ചാറത്തിലെ വലിയ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വേലയും കൊണ്ട് ഷൺമുഖനടുത്ത് വന്നോ
ബണ്ണ് പാലിൽ മുഖ്യമാതിരിയുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി ഇത് കുത്തിക്കീറി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കയറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചിക്കാരി തള്ളും. എന്താ ചെയ്യ? ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോകപ്രസ്ഥ, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട്. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാണ് കൊച്ചിയിലുള്ളത്? ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനെ മണ്ണ് വിട്ടുപോകും. അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. എന്നെ തളയ്ക്കാനുള്ള പൂട്ടൊന്നും നിന്റെ കയ്യിൽ ഇല്ല മോനെ ദിനേശ. കാണണം.